നമസ്തേ, എല്ലാവർക്കും വിഷുവാശംസകൾ. നല്ല ഭംഗിയുള്ള തിരുവടയട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. വിഷുവിന് കണിയൊരുക്കുമ്പോൾ വാൽക്കണ്ണാടിയുടെ പുറകിലായിട്ടാണ് നമ്മൾ ഈ തിരുവടയട വെക്കുന്നത്. അപ്പോൾ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഞാൻ ആദ്യം ഒരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. അതിന് 38 ഇഞ്ച് നീളവും അതുപോലെ വീതി താഴത്തേക്ക് 13 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ക്രീം കളറിലൊരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാൻവാസിനേക്കാൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. 4 വശത്തേക്കും 1/2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാൻവാസ് ആ തുണിയിൽ വെച്ചിട്ട് നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ വക്ക് മടക്കി അടിച്ചാലും മതി. 4 സൈഡും വക്ക് മടക്കി അടിക്കണം. പിന്നെ നമുക്ക് പല കളറുള്ള ലേസ് വേണം. അപ്പോൾ നമുക്ക് ലേസ് അല്ലെങ്കിൽ ഇതുപോലെ തുണി എടുത്താലും മതി. ഇത് മാങ്ങ ഡിസൈനൊക്കെ വരുന്ന ഇടയിൽ കൂടെ ഗോൾഡൻ കളർ ത്രെഡ് പോയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു തുണിയാണ്. ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയൽ ആയാലും മതി. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ലേസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മെറ്റീരിയൽ ഇതിലേക്ക് 4 വശവും ആ വക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ലേസുകൾ വെച്ച് തുന്നി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വക്കൊന്ന് മടക്കിയിടണം, അല്ലെങ്കിൽ അതിൻ്റെ നൂലൊക്കെ പുറത്തേക്ക് വരില്ല. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഞാൻ ഗോൾഡൻ കളറാണ് വെച്ചത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഇതിൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അടയാളം ഇട്ട് കൊടുക്കാം. ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ അടയാളം ഇടുന്നുണ്ട്. മുകളിലും താഴെയും ഇട്ടിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. നമുക്കിതിൻ്റെ എല്ലാ പ്ലീറ്റ്സും ഒരുപോലെ ഒപ്പം ആക്കിയെടുക്കണം. ഇനി നമുക്കതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം വെറുതെ നൂല് വെച്ചൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഒരുമിച്ച് വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തുണി കൊണ്ടോ അല്ലെങ്കിൽ ലേസ് വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിലും ആ ഭാഗം ഒന്ന് കവർ ചെയ്യാം. ഇത് ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇനി ഞാൻ ഒരു ഗോൾഡൻ കളർ ലേസ് ഇതിൻ്റെ ആ ഏറ്റവും മുകളിൽ വെച്ചില്ലേ, അതിൻ്റെ ബാക്കി വന്ന ലേസ് കൊണ്ട് ഇതിൻ്റെ ആ താഴത്തെ പിടിഭാഗം കൂടിയും ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ തിരുവടയാട റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള തിരുവടയാടയാണ്. ഇതിൽ ഞാൻ മെയിനായിട്ട് പിങ്കും അതുപോലെ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരുവടയാട റെഡിയായി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്